ഏവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ അടുത്തൊരു ടൈപ്പ്, 5ാമത്തെ ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലെവൽസാണ്. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 10 സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരു കുട്ടി 32 എന്നതിന് പകരം 23 എന്നെഴുതി. ക്രിയ ചെയ്തപ്പോൾ 26.5 എന്ന് കിട്ടി എങ്കിൽ യഥാർത്ഥ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ മാറ്റിയെടുത്തതിന് ശേഷം ശരാശരി കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഒരു നമ്പർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 32 എന്നതിന് പകരം 23 എന്നെഴുതി. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചോദിക്കാറുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യുക, സംഖ്യകളുടെ തുക കാണാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള തെറ്റായിട്ടുള്ള ശരാശരി, ആ ഒരു ശരാശരി വെച്ചിട്ടുള്ള സംഖ്യകളുടെ തുക എന്ത് ചെയ്യുക, ആദ്യം കാണാം. അതിന് ശേഷം എന്ത് ചെയ്യാം, ആ തുകയിൽ നിന്ന് നമ്മൾ ആ തെറ്റായിട്ടുള്ള ആ ഒരു ശരാശരി എന്ന് പറയാം, ആ ശരാശരി കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ആ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ദെൻ ചെയ്യേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അതിന് ശേഷം കിട്ടുന്ന ആ ഒരു തുക, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റോങ് ആൻസർ കുറച്ചിട്ടുള്ള ഒരു തുകയാണ്. ആ തുകയിൽ നിന്ന് ആ തുകയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ആ റൈറ്റ് ആയിട്ടുള്ള ആ ഒരു നമ്പർ ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ബേസിൽ ഏവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എടുത്തെഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, ശരാശരി 26.5 തന്നിട്ടുണ്ട്. ഇവിടെ തുക നമുക്കറിയില്ല, തുക അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുന്നത് 10 സംഖ്യകളുടെയാണ്, 10 എടുത്തെഴുതി. ഓക്കെ, ഇനി ഇതിൽ നിന്ന് തുക കണ്ടെത്തിക്കൂടെ. അപ്പോൾ തുക ഈക്വൽ ടു 26.5 ഇൻറ്റു 10, ദാറ്റ്സ് ഈക്വൽ ടു 265 എന്ന് വന്നു. ഇനി നമുക്ക് ഈ ഒരു തുകയിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ തുകയിൽ നിന്ന് നെക്സ്റ്റ് ചെയ്യേണ്ടത് റോങ് ആയിട്ടുള്ള ആ ഒരു നമ്പർ മൈനസ് ചെയ്യാം. 265 മൈനസ് റോങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തത് 32 പകരം 23. അപ്പോൾ 23 എന്ത് ചെയ്യണം, കുറയ്ക്കണം. 23 കുറയ്ക്കുന്ന സമയത്ത് 242 വന്നു. ഇനി എന്ത് ചെയ്യുക, പ്ലസ് പുതിയ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ആ ഒരു നമ്പർ ആഡ് ചെയ്തു. 32 ആഡ് ചെയ്തു. 32 ആഡ് ചെയ്യുമ്പോൾ 274 എന്ന് വന്നു. പിന്നെ 274 എന്ന് പറയുന്നതാണ് ഒറിജിനൽ തുക എന്ന് പറയുന്നത്, ഒറിജിനൽ തുക. ഇനി നമുക്ക് ശരാശരി കണ്ടെത്താൻ എളുപ്പമല്ലേ. അപ്പോൾ ശരാശരി കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, തുക ബൈ എണ്ണം ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് തുക കിട്ടിയിട്ടുണ്ട് 274 ഡിവൈഡഡ് ബൈ 10, ദാറ്റ്സ് ഈക്വൽ ടു, അതായത് എത്ര വരും, 27.5 എന്ന് വന്നു. അതായത് 27.4 എന്ന് വന്നു. അപ്പോൾ 27.4 യഥാർത്ഥ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു കുട്ടി തെറ്റായിട്ടുള്ള ഒരു നമ്പറാണ് ആഡ് ചെയ്തത്, ഇതിന് പകരം ഇന്ന നമ്പർ ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ തന്നിട്ടുള്ള ആ ഒരു ശരാശരി തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് ആ റോങ് ആയിട്ടുള്ള ആ നമ്പർ കൂട്ടിയിട്ടുള്ള ആ ഒരു ഇതിൻ്റെ എന്ത് ചെയ്യുക, തുക കണ്ടെത്തുക. തുക കണ്ടെത്തിയതിന് ശേഷം ആ റോങ് ആയിട്ടുള്ള ആ തെറ്റായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക, തുകയിൽ നിന്ന് കുറച്ചു. അതിന് ശേഷം ആ കുറച്ചത്, ആ റോങ് ആയിട്ടുള്ള നമ്പർ കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ശരിയായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക, ആ തുകയോട് കൂടിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ തുക കിട്ടും. ഒറിജിനൽ തുക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരാശരി കണ്ടെത്താൻ എളുപ്പമാണ്. നമുക്കിവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എത്ര എണ്ണാണെന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 27.4 ശരാശരി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ. ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങളും കൂടി ചെയ്യാം. PYQ വന്നിട്ടുള്ളതോ ഈ ഒരു ഭാഗത്തു നിന്നുള്ള PYQs അടക്കം നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, 18 കുട്ടികൾ ഒരു പരീക്ഷയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് 30. എന്നാൽ ശരാശരി കണക്കാക്കിയപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് 43 എന്നതിന് പകരം 34 എന്ന് എടുത്തു.
തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ ലഭിക്കുന്ന ശരാശരി മാർക്ക് എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കുട്ടികളുടെ എണ്ണം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 18ആണ്. ശരാശരി എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള ശരാശരി മാർക്കും നമുക്ക് തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് 30ആണ്. 30ആണ് അവിടുത്തെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശരാശരി എന്ന് എഴുതിയിട്ടില്ല. അവിടെ ശരാശരി മാർക്ക് 30ആണ്. എന്നാൽ ഈ ശരാശരി മാർക്ക് കണക്കാക്കിയ സമയത്ത് 43 എന്നതിന് പകരം 34 എന്നെടുത്ത് എഴുതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ തുക കണ്ടെത്തുന്നു. അപ്പോൾ നമുക്കറിയാം ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം ആണെന്ന് അറിയാം. അപ്പോൾ ശരാശരി നമുക്കറിയാം ഇവിടെ 30 തന്നിട്ടുണ്ട്. ഓക്കെ, തുക ബൈ എണ്ണം. ഓക്കെ, എണ്ണം എന്ന് പറയുന്നത് 18ആണ്. അപ്പോൾ അതായത് തുക ഈക്വൽ ടു 30 × 18. 30 × 18 എന്ന് പറയുന്നത് 540. അപ്പോൾ 540 റോങ് ആയിട്ടുള്ള നമ്പർ കൂട്ടിയ സമയത്തുള്ള തുക എന്ന് പറയുന്നത്. ഇനി ഈ തുകയിൽ നിന്ന് എന്ത് ചെയ്യുക? റോങ് ആയിട്ടുള്ള നമ്പർ നമുക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ 540 - 34 തെറ്റായിട്ടുള്ള നമ്പർ. 34 കുറച്ച് കഴിഞ്ഞാൽ 506 കിട്ടും. ഇനി 506നോട് കൂടിയിട്ട് ശരിയായിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ശരിയായിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 43ആണ്. 43 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 549 കിട്ടും. ഈ 549 എന്ത്? യഥാർത്ഥ തുക എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള തുക എന്ന് പറയുന്നത് 549. ഇനി ശരാശരി കണ്ടെത്താൻ എളുപ്പമാണല്ലോ. ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. ഇവിടെ തുക നമുക്ക് കിട്ടി 549 കിട്ടി. ഡിവൈഡഡ് ബൈ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് 18ആണ്. 18 കൊണ്ട് ഹരിച്ചു. 18 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 30.5 എന്ന് വന്നു. അപ്പോൾ യഥാർത്ഥ ശരാശരി എന്ന് പറയുന്നത് 30.5 ആണ്. 30.5 യഥാർത്ഥ ശരാശരി. നമുക്കിതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 30.5 എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് PYQ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി കണ്ടപ്പോൾ 53 പകരം 35 എന്നാണ് എഴുതിയത്. കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ശരാശരി എന്ന് പറയുന്നത് 36.5 അപ്പോൾ ശരാശരി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 36.5 എന്നുള്ളത്. അപ്പോൾ എങ്കിൽ യഥാർത്ഥ ശരാശരി എന്ത്? നമ്മൾ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡാണ്. മെത്തേഡ്സിനൊന്നിലൊന്നില്ല ഒരു മാറ്റമില്ല. ഒരേ മെത്തേഡ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എടുത്തെഴുതാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കൺഫ്യൂഷൻ ഫീൽ ചെയ്യാണ്. ഇതിപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ എത്താണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എടുത്തെഴുതാം. നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തെഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഹിൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം? തുക കണ്ടെത്താം. അപ്പോൾ തുക കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ശരാശരി തന്നിട്ടുണ്ട് 36.5 എന്ന് തന്നിട്ടുണ്ട്. 36.5 ഈക്വൽ ടു തുക ബൈ എണ്ണം. എണ്ണം എന്ന് പറയുന്നത് 10 സംഖ്യകളുടെയാണ്. ഓക്കെ, ഇനി തുക കാണാൻ എളുപ്പമാണല്ലോ. തുക ഈക്വൽ ടു 36.5 × 10 അതായത് 365 എന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാം? റോങ് ആയിട്ടുള്ള ആ ഒരു നമ്പർ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ റോങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 53 പകരം 35 എഴുതിയിട്ടുള്ളത്. അപ്പോൾ 365 മൈനസ് 35 കുറച്ച് കഴിഞ്ഞാൽ 330 വന്നു. ഇനി 330നോട് കൂടി എന്ത് ചെയ്യുക? റൈറ്റ് ആയിട്ടുള്ള നമ്പർ 53 ആഡാക്കി. 53 ആഡാക്കുന്ന സമയത്ത് 383 എന്ന് വന്നു. ഓക്കെ, ഇനി 383നെ നമ്മൾ എന്ത് ചെയ്യുക? തുക കിട്ടി. ഇനി ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് യഥാർത്ഥ ശരാശരി കിട്ടും. ഇവിടെ എണ്ണം എന്ന് പറയുന്നത് 10 കുട്ടികളുടെ 10 കുട്ടീനെ ബേസ് ചെയ്തിട്ടാണ്. 10 കുട്ടികളെ ഒരു കുട്ടി 10 സംഖ്യകളുടെ ശരാശരി കണ്ട സമയത്താണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 10 സംഖ്യകൾ വരുന്നത്. അപ്പോൾ 383 ഡിവൈഡഡ് ബൈ 10 ദാറ്റ്സ് ഈക്വൽ ടു 38.3. 38.3 യഥാർത്ഥ ശരാശരി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തുക കണ്ടെത്താം. തന്നിട്ടുള്ള ആ ഒരു റോങ് ആ നമ്പർ വെച്ചിട്ടുള്ള തുക കണ്ടെത്തിയതിന് ശേഷം റോങ് ആയിട്ടുള്ള നമ്പർ മൈനസ് ചെയ്യുക. ദെൻ റൈറ്റ്
റൈറ്റ് ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്യുക. ഡെൻ ചെയ്യേണ്ടത് ആ കിട്ടിയിട്ടുള്ള തുകയെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ശരാശരി കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പിലോട്ട് പോവുകയാണ്. അടുത്തൊരു ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. ഒരാൾ പോയി മറ്റൊരാൾ വന്നു. ഇപ്പോൾ ഒരു 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, 10 പേരിൽ എന്ത് ചെയ്യുന്നു, ഒരാൾ ട്രാൻസ്ഫർ വെച്ച് വേറൊരു സ്കൂളിലോട്ട് പോകുന്നു. മറ്റൊരു സ്കൂളിൽ നിന്നൊരു കുട്ടി എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നു. അങ്ങനെ 10 ആകുന്നു. അവിടെ ആ ഒരു നമ്പർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ, നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല, പക്ഷെ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയ ആളുടെ ഭാരം, തൂക്കം, അല്ലെങ്കിൽ അങ്ങനെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഭാരമായിക്കോട്ടെ, തൂക്കമായിക്കോട്ടെ, അങ്ങനെയൊക്കെ കാണാനാണെങ്കിൽ, അങ്ങനെ അതിൻ്റെ ബേസിൽ ശരാശരി കാണാനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ പോയി മറ്റൊരാൾ വന്നു, അപ്പോൾ പോയ ആളുടെ ഭാരം കണ്ടെത്തണം, അല്ലെങ്കിൽ വന്ന ആളുടെ ഭാരം കണ്ടെത്തണം. ആ ഒരു അടിസ്ഥാനത്തിൽ വരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വന്ന ആളുടെ ഭാരം കണ്ടെത്താൻ, പുതിയതായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു വ്യക്തിയുടെ ഭാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധന. ഇപ്പോൾ ശരാശരിയിലെ വർധന അല്ലെങ്കിൽ ശരാശരിയിൽ എത്ര വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് 2 രീതിയിൽ വരുന്നുണ്ട്. ഒന്നാമത്തത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവായി എങ്കിൽ വന്ന കുട്ടിയുടെ ഭാരം എത്ര? അപ്പോൾ വന്ന ആളുടെ ഭാരം കണ്ടെത്താനാണ് ചോദ്യം. വന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നു, ആ ഒരു കേസിൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ പോയപ്പോൾ ശരാശരിയിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരാശരി നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2 കിലോഗ്രാമിൻ്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ശരാശരിയിൽ 2 കിലോഗ്രാം വർദ്ധിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് ശരാശരി തരും 30 എന്നുള്ളത് 32 മാറി എന്നുള്ളത് എന്താവും, കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും. ഇവിടെ 2 കിലോഗ്രാമിൻ്റെ വർധനവ്. അപ്പോൾ ശരാശരി കൂടുന്ന കേസുണ്ട്, ചില കേസിൽ ഇപ്പോൾ ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുന്ന സമയത്ത് ശരാശരി കുറയുന്ന കേസുകളുമുണ്ട്. 2 രീതിയിൽ, ഈ ഒരു ടൈപ്പിൽ തന്നെ 2 രീതിയാണ് വരുന്നത്. ഒന്ന് ശരാശരി കൂടുന്ന കേസ്, 2 എന്ന് പറയുന്നത് ശരാശരി കുറയുന്ന കേസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, ഒരാൾ പോയിട്ട് മറ്റൊരാൾ വന്നു, മറ്റൊരാൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വന്നയാളുടെ ഭാരമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വന്ന ആളുടെ ഭാരം കണ്ടെത്താനായിട്ട് പോയ ആളുടെ ഭാരം പ്ലസ് പോയ ആളുടെ ഭാരം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. പോയ ആളുടെ ഭാരത്തിനോട് കൂടി എന്ത് ചെയ്യണം, അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധനവ് ചെയ്താൽ മതി. ഇവിടെ പ്ലസ് എന്ന് വന്നിട്ടുണ്ടല്ലോ, പോയ ആളുടെ ഭാരം പ്ലസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശരാശരി കുറവാണ്, വർധനവല്ല, കുറവാണ് ഉണ്ടായത് എങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരാശരിയിൽ കുറവാണ് എങ്കിൽ വർധനവ് ഡിക്രീസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എന്നുള്ളത് മൈനസ് ആയിട്ട് മാറും. പോയ ആളുടെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിൽ വ്യത്യാസം, അല്ലെങ്കിൽ ശരാശരിയിലുള്ള കുറവ് എന്നായിട്ട് മാറും. ഓക്കെ, നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ശരാശരി കൂടിക്കഴിഞ്ഞാൽ പോയാളുടെ ഭാരം കണ്ടെത്താനാണുള്ളത്. ശരാശരി കൂടുതലാണ് എങ്കിൽ പോയ ആളുടെ ഭാരം പ്ലസ് ശരാശരി കൂടുതലായി കഴിഞ്ഞാൽ വന്ന കുട്ടിയുടെ ഭാരം കണ്ടെത്താൻ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വർധന. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇപ്പോൾ ശരാശരി കൂടിയത് അത് റിപ്പീറ്റ് ആയിട്ട് എഴുതിയത് കൊണ്ടാണ് അവിടെ കട്ട് ചെയ്തത് കേട്ടോ, ശരാശരി എന്നുള്ളത് കട്ടാക്കിയത്. അപ്പോൾ വന്ന ആളുടെ ഭാരം കണ്ടെത്താനായിട്ട് ഇവിടെ പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്. 50 പ്ലസ് ഇനി ഇവിടെ വന്നിട്ടുള്ളത് ശരാശരിയിലെ വർധനവായതുകൊണ്ട് അഡീഷൻ ഇട്ടു. ഇനി ഇവിടെ എത്ര കുട്ടികളാണുള്ളത്, അല്ലെങ്കിൽ ഇവിടെ എത്ര അംഗങ്ങളാണുള്ളത്, ഇവിടെ 10 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തം ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 10 മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം, ഇനി അടുത്തതായിട്ട് എന്ന് പറയുന്നത് 10 ഗുണിക്കണം. ഇനി ഇവിടെ ശരാശരിയിലെ വർധനവ് എന്ന് പറയുന്നത് 2 ആണ് വർദ്ധിച്ചിട്ടുള്ളതെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2 കിലോഗ്രാം വർധനവ് ഉണ്ടായി. അപ്പോൾ 10 ഇൻറ്റു 2, അപ്പോൾ 50 പ്ലസ് 10 ഇൻറ്റു 2, 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് 20. ദാറ്റ്സ് ഈക്വൽ ടു 70 കിലോഗ്രാം ആണ് വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു
ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ എന്ത് ചെയ്യുക, ടൈം കൺസ്യൂമിങ് ആയിട്ട് ചെയ്യാനും പറ്റും. ടൈം കൺസ്യൂമിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ നമ്മുടെ ടൈമാണ് പോവുക. അപ്പോൾ അങ്ങനെ ടൈം പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ വന്ന ആളുടെ ഭാരം കണ്ടെത്തണം. എണ്ണത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ, എണ്ണത്തിൽ ചേഞ്ച് വരുന്നില്ല, ഒരാൾ പോയി മറ്റൊരാൾ വന്ന ആളുടെ ഭാരം കണ്ടെത്താനായിട്ട് പോയ ആളുടെ, ഇപ്പോൾ ശരാശരിയിൽ വർധനവാണ് ഉണ്ടായതെങ്കിൽ പോയ ആളുടെ ഭാരം, അപ്പോൾ ഭാരം അല്ലെങ്കിൽ ചിലപ്പോൾ വയസ്സ്, അപ്പോൾ അതൊക്കെ ആ ഒരു സന്ദർഭോചിതം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇപ്പോൾ ചിലപ്പോൾ വയസ്സായിരിക്കും പറയുക, ചിലപ്പോൾ ഭാരമായിരിക്കും പറയുക. അപ്പോൾ പലതും എന്ത് ചെയ്യും, ഇത് മെൻഷൻ ചെയ്യും. അപ്പോൾ വന്ന ആളുടെ വയസ്സ്, പോയ ആളുടെ വയസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ വയസ്സാണെന്നുണ്ടെങ്കിൽ വയസ്സായിട്ട് കണക്കാക്കിയാൽ മതി. അത് സന്ദർഭോചിതം ആ ഇക്വേഷൻ്റെ പേരെന്താവും, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്, അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇനി ഇതേ ടൈപ്പ് നമുക്ക് 1-2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി എന്താവും, സെറ്റാവും. ഇനി 15 പേരുള്ള ഒരു സംഘത്തിൽ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 30 കിലോഗ്രാം ആണ്. ഇതിൽ നിന്ന് 25 കിലോഗ്രാം തൂക്കമുള്ള ഒരാൾ പുറത്തുപോയി. മറ്റൊരാൾ സംഘത്തിൽ ചേർന്നപ്പോൾ 32 കിലോഗ്രാം ആയി പുതിയതായി വന്ന ആളുടെ തൂക്കം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 30 കിലോയാണ്. ഇപ്പോൾ ഇനി രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ശരാശരി തൂക്കം എന്ന് പറയുന്നത് 32 കിലോഗ്രാം ആയി മാറി. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്, ശരാശരിയിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 30 കിലോ എന്നുള്ളത് 32 കിലോ ആയിട്ട് മാറി. അപ്പോൾ ഈ അതുപോലെ തന്നെ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 25 കിലോ തൂക്കമുള്ള ഒരാളാണ് പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്കുള്ള കാര്യമായി എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോയ ആളുടെ ഭാരം 25 കിലോഗ്രാം ആണ്. ഇവിടെ ശരാശരിയിൽ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണ്, പ്ലസ് ആണ് വരിക. ഓക്കെ, അംഗസംഖ്യ എത്ര പേരുണ്ട്, 15 പേരുള്ള സംഘത്തിൽ. അപ്പോൾ സംഘത്തിൽ 15 പേരാണെന്നുണ്ടെങ്കിൽ അംഗസംഖ്യ എന്ന് പറയുന്നത് 15 ആണ് വരാം. ഇനി ശരാശരിയിലെ വ്യത്യാസം, ശരാശരി 30 എന്നുള്ളത് 32 ആയിട്ട് മാറി. അപ്പോൾ അവിടെ 2 കിലോഗ്രാം ആണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. പോയ ആളുടെ ഭാരം പ്ലസ് പോയ ആളുടെ ഭാരം 25 ആണ്, പ്ലസ് അംഗസംഖ്യ ഇൻറ്റു അംഗങ്ങളുടെ എണ്ണം 15 ആണ്, 15 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 25 പ്ലസ് 15 ഇൻറ്റു 2 30 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 55 കിലോഗ്രാം ആണ് വന്ന ആളുടെ ഭാരം എന്ന് പറയുന്നത്. വന്ന ആളുടെ ഭാരം 55 കിലോഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പതിവായിട്ട് ചോദിക്കാറുള്ളതാണ്, ചോദ്യങ്ങൾ വരാറുള്ള ഏരിയയാണ്. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ആയിക്കോട്ടെ, PYQ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ നിന്ന് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ശരാശരി കുറഞ്ഞു കഴിഞ്ഞാൽ പോയ ആളുടെ ശരാശരി ഭാരം എത്ര, അല്ലെങ്കിൽ ഇവിടെ പ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ശരാശരി കുറഞ്ഞാൽ പോയ ആളുടെ ശരാശരി എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് വരുന്നത്. പോയല്ല, വന്ന ആളുടെ ശരാശരി ഭാരം എത്രയാണ്. ഓക്കെ, 12 അധ്യാപകരുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 40 ആണ്. 12 അധ്യാപകരുടെ ശരാശരി പ്രായം പറഞ്ഞിട്ടുണ്ട് 40. 55 വയസ്സുള്ള ഒരാൾ പിരിഞ്ഞുപോയി. പുതിയതായി ഒരാൾ വന്നു ചേർന്നപ്പോൾ ഇപ്പോഴുള്ള ശരാശരി പ്രായം 38 ആയി മാറി. അപ്പോൾ ഇവിടെ ശരാശരി 40 എന്നുള്ളത് 38 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പുതിയതായി ചേർന്നയാളുടെ പ്രായം എത്ര, പുതുതായിട്ട് വന്ന ആളുടെ പ്രായം എത്ര എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇവിടെ 12 അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, 12 ആണ് വരുന്നത്. അംഗങ്ങളുടെ എണ്ണം 12 ആണ്. അതേപോലെ തന്നെ പഴയ ശരാശരിയുണ്ട്, പുതിയ ശരാശരിയുണ്ട്. ഇപ്പോൾ ഇവിടെ ശരാശരി പ്രായം 40 ആണ് എന്ന് പറഞ്ഞു. ഇനി അവസാനം നമ്മളോട് പറയുന്നുണ്ട് എന്ത്, പുതിയ ഒരാൾ വന്നു ചേർന്ന സമയത്ത് ശരാശരി എന്നുള്ളത് 38 ആയിട്ട് മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലുള്ളത് കിട്ടിയല്ലോ. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ശരാശരി കുറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പോയ ആളുടെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പോയ ആളുടെ ഭാരം എത്രയാണ്, ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ശരാശരി കൂടിയ ടൈപ്പാണെങ്കിലും കുറഞ്ഞ ടൈപ്പാണെങ്കിലും ഈ ഒരു ഇക്വേഷനിൽ ആകെ ഒരു വ്യത്യാസം
വ്യത്യാസമുള്ളൂ. ഒന്ന് പ്ലസ് ആണ്, മറ്റേത് മൈനസ് ആണ്. ഇക്വേഷൻ രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പോയാളുടെ ഭാരം എന്ന് പറയുന്നത് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 55. ഇവിടെ ഭാരത്തിന് പകരം എന്താണ്, ഇവിടെ വയസ്സാണ് ഉള്ളത്. അപ്പോൾ പോയാളുടെ ഏജ്, അപ്പോൾ നമ്മൾ സന്ദർഭോചിതം ഉണ്ടാവും, ഇക്വേഷൻസ് മാറും കേട്ടോ. പോയാളുടെ ഏജ്, ഓക്കെ. പോയാളുടെ ഏജ് എന്ന് പറയുന്നത് 55. 55 മൈനസ്, ഇവിടെ അംഗസംഖ്യ മൈനസ് എടുക്കാൻ കാരണം എന്താണ്, ശരാശരി കുറഞ്ഞത് കൊണ്ടാണ് ഇവിടെ മൈനസ് എടുത്തത്. 40 എന്നുള്ളത് എന്തായി, 38 മാറി. അംഗസംഖ്യ എന്ന് പറയുന്നത് 12 അധ്യാപകരാണുള്ളത്. അപ്പോൾ 12 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യം നമ്മളോട് പറഞ്ഞു ഇവിടെ ശരാശരി പ്രായം 40 ആണ് എന്നുള്ളത്. രണ്ടാമത് നമ്മളോട് പറഞ്ഞു ശരാശരി പ്രായം 38 കുറഞ്ഞു. ഈ 38 എന്നുള്ളത് എന്താണ്, 40 എന്നുള്ളത് 38 മാറി. അപ്പോൾ 40 38 ആവാൻ പറഞ്ഞാൽ -2 കുറഞ്ഞു. ഓക്കെ, -2 മൈനസ് എന്ന് എടുക്കേണ്ട, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് മാത്രം. 40 - 2 ആണല്ലോ 38. ഓക്കെ, ഇവിടെ 2 വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ 2 ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 55 മൈനസ് 24 എന്ന് പറയുന്നത് 12 × 2 എന്ന് പറയുന്നത് എന്താണ്, 24 വരിക. അപ്പോൾ 55 നിന്ന് 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 31. വന്ന ആളുടെ പ്രായം എന്ന് പറയുന്നത് എന്താണ്, 31 വയസ്സാണ്. അപ്പോൾ ഇത്രയൊന്നും എന്ത് ചെയ്യുക, മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 15 പേരുള്ള സംഘത്തിൽ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 45 കിലോഗ്രാം ആണ്. ഇതിൽ നിന്ന് 35 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ പുറത്തു പോയി. മറ്റൊരാൾ സംഘത്തിൽ ചേർന്നപ്പോൾ ശരാശരി 44 മാറി. ശരാശരി എന്തായി, 44 മാറി. വന്ന ആളുടെ അല്ലെങ്കിൽ പുതുതായി വന്ന ആളുടെ തൂക്കം. അപ്പോൾ പുതുതായി വന്ന ആളുടെ തൂക്കം, ഭാരം എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ അംഗസംഖ്യ വ്യത്യാസപ്പെടുന്നില്ല. ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരികയാണ് ചെയ്തത്. ഇവിടെ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരാശരി തൂക്കം എന്ന് പറയുന്നത്, ശരാശരി തൂക്കം 45 എന്നുള്ളത് എന്തായി, 44 മാറി. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ശരാശരി കുറയാണ് ചെയ്തിട്ടുള്ളത്. 1 കുറഞ്ഞു. 1 കുറഞ്ഞിട്ടുള്ളത്, 45 44 ആവണമെങ്കിൽ 1 കുറഞ്ഞു. അതുപോലെ തന്നെ 15 പേരുള്ള സംഘത്തിൽ, 15 പേരുള്ള സംഘം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്താണ്, 15 മാറി. അംഗസംഖ്യ 15 മാറി. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരാൾ പുറത്തു പോയി. ആ പുറത്തു പോയ ആളുടെ ഭാരം നമ്മളോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, 35 കിലോഗ്രാം. അപ്പം നമുക്ക് ഇക്വേഷന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ എന്താണ്, പോയ ആളുടെ ഭാരം. ഇവിടെ മൈനസ് വരാൻ കാരണം ശരാശരി കുറയാണ് ചെയ്തിട്ടുള്ളത്. പോയ ആളുടെ ഭാരം എത്രയാണ്, പോയ ആളുടെ ഭാരം എന്ന് പറയുന്നത് 35 കിലോഗ്രാം ആണ്. ഓക്കെ, 35 കിലോഗ്രാം മൈനസ്, ഓക്കെ 35 മൈനസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, അടുത്തതായിട്ട് ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 1. അതിനു മുമ്പ് അംഗസംഖ്യ വേണമല്ലേ. അപ്പം അംഗസംഖ്യ എന്ന് പറഞ്ഞാൽ 15 പേരുള്ള സംഘമാണ്. 15 × 1. ഓക്കെ, 35 മൈനസ് 15 ദാറ്റ്സ് ഈക്വൽ ടു 20 കിലോ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളുടെ തൂക്കം എന്ന് പറയുന്നത് എന്താണ്, 20 കിലോഗ്രാം ആണ്. അപ്പോൾ 20 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്നപ്പോഴാണ്, 20 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ വന്ന സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ശരാശരി എന്ന് പറയുന്നത് 45 എന്നുള്ളത് എന്തായത് 44 മാറിയിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പോൾ അത് മെയിനായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്, പതിവായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരാൾ പോകുന്നു, മറ്റൊരാൾ വരുന്നു. ഒരാൾ പോയി, മറ്റൊരാൾ വന്നു. അവിടെ എണ്ണത്തിൽ എന്ത് ചെയ്യുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല, എണ്ണത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ല. പുതിയതായിട്ട് വന്ന ആളുടെ ശരാശരിയാണ് ചോദ്യമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഇത് നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന, നമ്മുടെ ലെവലിൽ വെച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് നമ്പറിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് ചിലപ്പോൾ വേരിയബിൾ ആയിട്ടാവും തന്നിട്ടുണ്ടാവുക. അതിൻ്റെ വാല്യൂ കണ്ടെത്താനായിരിക്കും നമ്മുടെ ചോദ്യം ഉണ്ടാവുക. അപ്പം അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ശരാശരി തന്നിട്ടുണ്ട്. 10, 5, 15, 20 x എന്നീ അളവുകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്, 18 ആയിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. എക്സിൻ്റെ വില എന്ത്.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. പിന്നെ അതുപോലെ തന്നെ ശരാശരിയുടെ ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. അപ്പോൾ ശരാശരിയുടെ ഇക്വേഷൻ എന്താണ്? ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. ഇപ്പോൾ ശരാശരിയുടെ കേസ് മാത്രമല്ല, എല്ലാ കേസും എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വരുന്ന എല്ലാ കേസും, അതായത് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ എന്ത് ചെയ്യണം, ആദ്യം എടുത്ത് എഴുതണം. ഇവിടെ നമുക്ക് ശരാശരി തന്നിട്ടുണ്ട്. ശരാശരി എന്ന് പറയുന്നത് 18 എന്നുള്ളത് തന്നിട്ടുണ്ട്. 18 ഈക്വൽ ടു, ഇവിടെ തുക കണ്ടുപിടിക്കാൻ നമ്പേഴ്സ് കൂട്ടിയാൽ പോരെ. 10 + 5 + 15 + 20 + x ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സാണുള്ളത്, 5 എണ്ണല്ലേ ഉള്ളത്. ഡിവൈഡഡ് ബൈ 5 ചെയ്തു. ഈ 5 എന്ത് ചെയ്യാം, നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുമല്ലോ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ 18 × 5, 18 × 5 എത്രയാണ് വരിക, 90 വന്നു. അപ്പോൾ 90 ഈക്വൽ ടു, ഇനി ഇതൊന്ന് ആഡ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ 10 + 5 15, 15 + 15 30, 30 20 എന്ന് പറയുന്നത് 50 50 + x. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഈ 50നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ x ഈക്വൽ ടു 90 - 50, ദാറ്റ്സ് ഈക്വൽ ടു 40 എന്ന് വന്നു. ദാറ്റ്സ് ഈക്വൽ ടു 40. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 40 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PYQ ആണ്. PYQ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കുറേ PYQs ചോദിക്കാറുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. രണ്ടും സെയിം ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. തന്നിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആകെയുള്ളൊരു പണി എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ, അതായത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വേഗം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 + x എന്ന് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പരമാവധി എന്ന് പറഞ്ഞാൽ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടൈം കളയാതെ എത്രയും പെട്ടെന്ന് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഒഴിവാക്കാം. മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മനക്കണക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈപ്പിൽ അടുത്തൊരു ചോദ്യം നോക്കാം. 23 25 20 22 K 24 എന്നീ 6 സംഖ്യകളുടെ ശരാശരി 23 ആയാൽ കെയുടെ വില എത്ര? ഇവിടെ നമുക്ക് 6 സംഖ്യകളും തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ അളവുകളാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എണ്ണം കണ്ടെത്താൻ ഇത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ചിലത് ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടാവും, ചിലത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ അത്രയേ ഉള്ളൂ. നമുക്ക് ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ശരാശരി ഈക്വൽ ടു തുക ബൈ എണ്ണം. ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 23 ആണല്ലോ. 23 ഈക്വൽ ടു തുക കണ്ടെത്താനായിട്ട് നമ്പേഴ്സ് തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 23 + 25 + 20 + 22 + K + 24 ഡിവൈഡഡ് ബൈ 6. ഇനി ഈ 6നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 23 × 6 138 എന്ന് വരും. 138 ഈക്വൽ ടു, ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. 23 + 25 + 20 + 22 + 24 എന്ന് പറയുന്നത് 114 ആണ്. 114 + K. ഇനി 114നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് നമ്പർ എന്നുള്ളത് നെഗറ്റീവ് നമ്പർ ആയിട്ട് മാറും. K ഈക്വൽ ടു 138 - 114, ദാറ്റ്സ് ഈക്വൽ ടു 24. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്, ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആകെ ഒരു ടാസ്ക്കായിട്ട് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, അത്തരം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും.